നമസ്കാരം. ആയുർജ്യോതി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാജലക്ഷ്മി എം.ആർ. ഇന്ന് ഞാൻ പറയുന്ന നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര എന്നത് സംസ്കൃതത്തിൽ ചിത്ര എന്ന് പറയും, തമിഴിൽ ചിത്തിരൈ എന്നും പറയും. ഈ നക്ഷത്രത്തിൻ്റെ നക്ഷത്രനാഥൻ എന്ന് പറയുന്നത് ത്വഷ്ടാവ് അഥവാ വിശ്വകർമാവാണ്. വിശ്വകർമാവ് എന്ന് പറഞ്ഞാൽ ഈ ലോകം ചമച്ചയാളാണ് വിശ്വകർമാവ്. ഓം വിശ്വകർമ്മണേ നമ എന്ന് ജപിക്കുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ലോകം ചമച്ച ആളാണ് ഇവരുടെ നക്ഷത്രനാഥൻ. നക്ഷത്ര അധിപൻ എന്ന് പറയുന്നത് ചൊവ്വായുവാണ്. ചൊവ്വാദശയിലാണ് ഇവർ ജനിക്കുന്നത്. ലോകം ചമയ്ക്കുന്ന ആളെന്ന് പറയുമ്പോൾ ഇവർ കരകൗശല വേലകള്, കരവിരുതുകൾ എല്ലാം നല്ലവണ്ണം ചെയ്യുന്നവരും നന്നായിട്ട് വഴങ്ങുന്നവരുമാണ് ഇവർക്ക്. സുകുമാര കലകള്, കലാപരമായിട്ടുള്ള എല്ലാ മേഖലകളിലും ഈ ചിത്ര ആൾക്കാർ വിളങ്ങുന്നത് തന്നെ കാണാം. ആദ്യമായി അവർ എടുത്തു പറയത്തക്ക ഒരു വിശേഷണം അങ്ങനെയുള്ള കലാപരമായ ചിലപ്പോൾ ഒരു ഗൃഹനിർമ്മാണമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ശില്പം ഉണ്ടാക്കുന്ന ജോലിയായിരിക്കാം. ഈ കലാപരമായ ഏത് ഇവർക്ക് എളുപ്പം വഴങ്ങും. കാരണം ഈ ലോകം ചമച്ച സൃഷ്ടികർത്താവ് നമ്മൾ വിശ്വസിക്കുന്ന വിശ്വകർമാവാണ് ഇവരുടെ ഈ നക്ഷത്രത്തിൻ്റെ ദേവത. നമ്മൾ വിചാരിക്കും ഇവരൊരു ഒതുങ്ങിയ പ്രകൃതത്തിലാണ് ഇവരിയ്ക്കുന്നത്. ഒതുങ്ങിയ പ്രകൃതം ഇരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഒരുപക്ഷെ മാനുഷികമായിട്ട് നമ്മൾ ചിന്തിക്കും, ഇവരെന്തായിരിക്കും ഇങ്ങനെ പെരുമാറുന്നല്ലേ, എന്താണ് ഒരു അലസമട്ടുകാരാണല്ലോ, ഒരു അലസമായ പെരുമാറ്റമാണല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ മൈക്കലാഞ്ചലോയുടെ ഭാവനയും പെരുന്തച്ഛൻ്റെ കരവിരുതും ഇവരുടെ എല്ലാ പ്രവർത്തനത്തിലും കാണാം. എല്ലാ പ്രവർത്തനത്തിലും. കാരണം ഒളിഞ്ഞിരുന്നൊരു ഈ ശില്പങ്ങളൊക്കെ കൊത്തുന്ന അങ്ങനെയാണ്, രഹസ്യഭാവത്തിലാണ് അവർ ശില്പങ്ങൾ കൊത്തുന്നത്. ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ വിഗ്രഹങ്ങൾ കൊത്തുന്നത്, അല്ലെങ്കിൽ ഏത് തരം പ്രതിമകളായാലും അതിൻ്റെ അവസാനം മിനുക്കുപണി കഴിഞ്ഞ് മിഴികളൊക്കെ അവസാനമാണ് കൊടുക്കുന്നത്, കണ്ണൊക്കെ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ ആൾക്കാരെ അവർ കാണിക്കാറുള്ളൂ. അല്ലെ ആദ്യം തന്നെ അഭിപ്രായം പറയാനും അല്ലെ എന്തെന്താ ഇങ്ങനെയെന്നൊന്നും ചോദിക്കാനുള്ള അവസരം നമുക്ക് ഈ ശില്പം ഉണ്ടാക്കുന്നവർ നമ്മളെ അനുവദിക്കാറില്ല. നമ്മൾ അതിന് മുതിരാറുമില്ല. എല്ലാവർക്കും അതിൻ്റെ രഹസ്യഭാവം അറിയാം. അപ്പം അങ്ങനെ ഈ ശില്പങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഗുരു അഥവാ ഒരു ദേവശില്പി ഇരുന്ന് ശില്പങ്ങൾ മെനയുന്ന അതേപോലെയാണ് ഇവരുടെ ഓരോ പ്രവർത്തനവും. ഒരാളോട് പെട്ടെന്ന് ഞാൻ അത് ചെയ്യുന്നുണ്ട്, ഞാൻ ഇത് ചെയ്യുന്നുണ്ടെന്നൊന്നും ഇവർ പറയത്തില്ല. എല്ലാം ഇവരുടെ മനസ്സിൽ തന്നെ ഇവർ ഒതുക്കി വെച്ച് പെരുമാറുന്നവരായിരിക്കും. അതിൻ്റെ ഒരു സാരം അതാണ്. മനസ്സിൽ ഒതുക്കി വെച്ച് അവരുടെ ആ ലക്ഷ്യപ്രാപ്തിയിൽ എത്തുന്നവരായിരിക്കും. നമ്മൾ അപ്പോഴും അതിശയിക്കുമേ, ഇതായിരുന്നല്ലോ ഇവർ ഒരു അലസരാണല്ലോ, ഒരു മണ്ടന്മാരാണെന്നാണല്ലോ നമ്മൾ കരുതിയത്. ഇവർ വലിയ കഴിവൊന്നും ഇല്ലാത്തവരായിട്ടാണല്ലോ നമ്മൾ കരുതിയത്. പക്ഷെ ആ അവസാന നിമിഷത്തെ ഇവർ എന്ത് കാര്യത്തിന് പ്രസൻറ്റ് ചെയ്യുന്ന രീതി കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. നമ്മൾ സാധാരണ മനുഷ്യർ ഇവർക്ക് ഇത്രയും കഴിവുണ്ടായിരുന്നല്ലേ, ഇവർ മൂടി വെച്ചുകൊണ്ട് ഈ കഴിവുകളെ മൂടി വെച്ച് ഇവരിരുന്നോ എന്ന് നമ്മൾ അതിശയിക്കും. ഏത് മേഖലയിലാണേലും ഇവർ നൈപുണ്യം നേടുന്ന ഒരു നക്ഷത്രം തന്നെയാണ്. വിദ്യാഭ്യാസ മേഖലയാണെങ്കിലും ശരി, ഇവർ ഏർപ്പെടുന്ന ഏത് മേഖലയാണെങ്കിലും ഇവർ നല്ലൊരു അവരുടെ ആ പ്രവൃത്തി മുൻനിർത്തി നമ്മളെ അത് അതിശയിപ്പിക്കുന്ന വിധമായിരിക്കും ഇവരുടെ പെരുമാറ്റ രീതി. പിന്നെ ചൊവ്വ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങൾ സഞ്ചരിക്കുന്നൊരു ഗ്രഹമാണ്. പെട്ടെന്ന് ഏത് ഗ്രഹങ്ങളോട് കൂടിയാലും ഏത് ഭ്രമണപഥത്തിൽ അത് എത്തിയാലും പെട്ടെന്നായിരിക്കും അതിൻ്റെ ഭ്രമണം. അതേപോലെ തന്നെ ശനി എന്ന് പറഞ്ഞാൽ ഏറ്റവും പതുക്കെ വളരെ സ്ലോ ആയിട്ട് സഞ്ചരിക്കുന്നൊരു ഗ്രഹവുമാണ്. അപ്പോൾ ഈ ചൊവ്വാഗ്രഹം പെട്ടെന്ന് സഞ്ചരിക്കുന്നുണ്ട്. ഇവർ ഏത് പണിയും പെട്ടെന്ന് ചെയ്തു തീർക്കും. അല്ലാതെ ഇട്ട് മുഷിപ്പിക്കുക, അല്ലെങ്കിൽ ചുവപ്പ് നാടെ കുടുങ്ങി കിടക്കുന്ന പോലെ പതുക്കെ ഇങ്ങനെ മതി അങ്ങനെയല്ല. എല്ലാം ദ്രുതഗതിയിലായിരിക്കും. നമ്മളൊരു ആപൽഘട്ടത്തിൽ ഒരു വെള്ളപ്പൊക്കം ഉണ്ടാകുക, അല്ലെങ്കിൽ അതേപോലെ പ്രകൃതിക്ഷോഭം ഉണ്ടാകുക, ആ സമയത്ത് നമ്മൾ ദ്രുതകർമ്മസേനകളെ കണ്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ ആയിരിക്കും. ഒരു ഉദാഹരണം അതേ പറയാൻ പറ്റൂ. ഇവരെ ദ്രുതകർമ്മസേനയിലെ അംഗങ്ങൾ ചെയ്യുന്ന പോലെ ഏത് പണിയും പെട്ടെന്ന് ചെയ്തു തീർക്കും. ഒരു മടിയും കൂടാതെ പെട്ടെന്ന്. ഒരു അതിശയം നമുക്ക് തോന്നും, അത്ര സ്പീഡിൽ ഇവർ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ മിടുക്കരാണ്. അലസമായ ഒരു മട്ടിവർക്കില്ല, എല്ലാ സ്പീഡിൽ തന്നെ. അതേപോലെ ഏത് കാര്യത്തിനും കൃത്യനിഷ്ഠ, ഉദ്ദേശിക്കുന്ന കാര്യം ആ സമയത്ത് തന്നെ ഇവർ നടത്തും. അങ്ങനെ ഇവർക്കൊരു പ്രത്യേക ഗുണമുണ്ട്. ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ആ സമയത്ത് തന്നെ നടത്താനും ഇവർ നല്ല മിടുക്കരാണ്. അതേപോലെ സമയനിഷ്ഠ, കൃത്യനിഷ്ഠ അത് ഇവർക്ക് ഭയങ്കര ഇതാണ്. ഒരു കാര്യത്തിന് ഒരു കാര്യത്തിന് പെട്ടെന്ന് പോവുക എന്ന് പറഞ്ഞാൽ അവരത് ആ കൃത്യസമയത്തിന് റെഡിയായിട്ട് അവിടെ എത്തിയിരിക്കും. കൃത്യനിഷ്ഠ ഇവർക്ക് വളരെ ഇതാണ്. അതേപോലെ ഇവർക്ക് പിന്നെ മുൻകോപശീലമുണ്ട്, കോപിഷ്ഠ സ്വഭാവമുണ്ട്.
മുൻകോപമുണ്ട്, കോപിഷ്ഠ സ്വഭാവമുണ്ട്. ഒരു മനുഷ്യരോട് ഇവർ പരിക്കം മട്ടിലും ഒരു മസൃണമല്ലാത്ത രീതിയിലും ഇടപെടാനുള്ള സാധ്യതയും ചിത്തിര നക്ഷത്രക്കാർ. പക്ഷേ ഇവർ ഒരു മനുഷ്യരെ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തത്തില്ല. ഇവർ അടിച്ചമർത്തിയാണ് നമ്മൾ മറ്റുള്ളവരെ വരുതിയിലാക്കുന്നത്. ഒരു കാര്യങ്ങൾ ഷാർപ്പായിട്ട് ഇങ്ങനെ ശാസിക്കും. ഒരു മേലധികാരി നമ്മളോട് സംസാരിക്കുന്ന പോലെ തന്നെ സംസാരിച്ച് ഇവർ ആ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഇതുപോലെ അതുപോലെ ചെയ്യുന്നുള്ള ആജ്ഞ തരും. അതേപോലെ അവരുടെ ആ ഒബീഡിയൻസിനനുസരിച്ച് അവർ കാര്യങ്ങളും വീട്ടിലുള്ളവരെയൊക്കെ അവരുടെ വരുതിയിലാക്കും. ഒരിക്കലും സ്നേഹം കൊണ്ട് തലോടി ഇവർ ആൾക്കാരെ മയപ്പെടുത്തിയെടുക്കത്തില്ല. ആ കർക്കശമായ സ്വഭാവം, അല്ലെങ്കിൽ ആജ്ഞാപിച്ച്, അല്ലെങ്കിൽ ഇതുപോലെ ചെയ്യൂ എന്നുള്ള ഒരു ഇങ്ങനെ നമ്മളൊരു ഉത്തരവിടുന്ന പോലെ പറഞ്ഞ് ഇവർ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിക്കുക. അല്ല ഒരിക്കലും ഒരു മൃദുത്വഭാവം ആ സമയത്ത് ഇവരിൽ ഇല്ല എന്ന് തന്നെ പറയാം. എന്നാൽ മൃദുവായ സ്വഭാവം ഇവർ ചില സമയങ്ങൾ കാണിക്കാറുണ്ട്. അത്ര ഉറ്റ മിത്രങ്ങളെ, ഉറ്റ ഇഷ്ടമുള്ളവരോട് മാത്രം. പക്ഷെ ഒരിക്കലും ഹൃദയം തുറന്ന്, അല്ലെ ഹൃദയത്തിൽ ഇവരുടെ മനസ്സിലെ രഹസ്യങ്ങൾ, ഇവർ സൂക്ഷിക്കുന്ന കാര്യങ്ങളൊന്നും ഇവർ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. അത് ഇവരുടെ മനസ്സിൽ തന്നെയായിരിക്കും, രഹസ്യങ്ങളിൽ ഒരു കലവറ തന്നെയായിരിക്കും. പക്ഷെ ഒരിക്കലും ആരോടും അത് ഷെയർ ചെയ്യാൻ ഇവർ ഇഷ്ടപ്പെടത്തില്ല. അതായത് ഞാൻ പറഞ്ഞത് വലിയ വലിയ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ആളെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഏത് തരം കാര്യങ്ങളാണെങ്കിലും ഇവർ മറ്റുള്ള എല്ലാവരോട്ടൊന്നും ഷെയർ ചെയ്യത്തില്ല. അല്ലെ ഇവരുടെ മനസ്സിൽ തന്നെയായിരിക്കും തീരുമാനങ്ങൾ നടപ്പാക്കലും എല്ലാം. നമ്മൾ അതിശയപ്പെടും. എതിർപക്ഷത്ത് നിൽക്കുന്നവർ ചിലപ്പോൾ ഇവരോട് എല്ലാ കാര്യവും ഷെയർ ചെയ്യുന്നൊരു സ്വഭാവക്കാരായിരിക്കും. പക്ഷെ ഇവരൊരിക്കലും ഇവരുടെ പേഴ്സണൽ കാര്യം, ഇവരുടെ വ്യക്തിപരമായ കാര്യം, കുടുംബകാര്യം, ഇവരുടേതായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവർക്ക് ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടത്തില്ല. അത്ര സ്നേഹവും അത്ര അവർക്ക് ഇൻറ്റിമസി ഉള്ളവരോട് മാത്രമേ അഥവാ എന്തെങ്കിലും ഒരു കാര്യം ഇവർ തുറന്നു പറയാൻ ഇഷ്ടപ്പെടുന്നുള്ളൂ. ഇവർ വിദ്യാഭ്യാസപരമായിട്ട് ഉയർന്ന ഗതിയിലെത്തും. അതിലുപരി ഇവർ ലോകപരിചയം, സജ്ജന പരിചയം, ഗുരുക്കന്മാരെ ബഹുമാനിക്കുക, ഇതിലൊക്കെ ഇവർ മുൻപന്തിയിൽ തന്നെ ആയിരിക്കും. ഒരു ക്ഷേത്രകാര്യങ്ങളിൽ പങ്കെടുക്കുക, അല്ലെങ്കിൽ ഒരു ആരാധനാലയങ്ങളിലൊക്കെ പോവുക, അതിനൊക്കെ ഇവർക്ക് നല്ല ഉത്സാഹമായിരിക്കും. നല്ലൊരു ദൈവിക അംശവും വിശ്വാസവും ഉള്ള നക്ഷത്രം തന്നെയാണ് ചിത്തിര നക്ഷത്രക്കാർ. എല്ലാ കാര്യത്തിലും ഇവർക്ക് ഒരു കലാവൈഭവമുണ്ട്. എല്ലാ കാര്യങ്ങളും ഇപ്പം നമ്മളൊരു കാര്യങ്ങൾ, ഒരു വീട് പണിയാകട്ടെ, അല്ലെങ്കിൽ വീടിൻ്റെ ഒരു പണി, അല്ല എന്തെങ്കിലും നമുക്കൊരു കരകൗശല വേലകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അടുക്കും ചിട്ടയായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇവരെ ഏൽപ്പിച്ച് നല്ല വൃത്തിയും ഭംഗിയായിട്ട് ഇവരെ ചെയ്യും. ഒരു മടുപ്പില്ലാതെ, ഒരു മടി കൂടാതെ അവരത് നല്ലവണ്ണം അത് ചെയ്തു തീർക്കും. ഏൽപ്പിക്കുന്ന ഏത് തരം ജോലികളായാലും. കുടുംബജീവിതം ഇവർക്ക് അത്ര ഇണങ്ങുന്നതല്ല. ഇണങ്ങും, പക്ഷെങ്കിൽ ഒരു അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്ന ഒരു ദാമ്പത്യമായിരിക്കും ഇവരുടേത്. ഒരു മധ്യവയസ്സിന് ശേഷം മാത്രമേ ഇവർക്കൊരു സ്വച്ഛമായ ദാമ്പത്യ ജീവിതം ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ കഴിയൂ. ഒരു മധ്യവയസ്സിന് ശേഷമായിരിക്കും ഇവരുടെ ഒരു കുടുംബജീവിതത്തിൽ നല്ലൊരു ഉയർച്ച ഉണ്ടാകുന്നത്. പിന്നെ ഇവരുടെ സന്താനങ്ങൾ വളരെ നല്ല സ്വഭാവ ഗുണമുള്ളവരായിരിക്കും. സന്താനങ്ങൾ ചിടക്കവും നല്ല മര്യാദയും ഒക്കെയുള്ള സ്ത്രീ സന്താനവും പുരുഷ സന്താനവും ഉണ്ടാകാനുള്ള യോഗ ഇവർക്കുണ്ട്. അപ്പം മക്കളെ ചൊല്ലി അങ്ങനെ മനപ്രയാസം ഉണ്ടാകത്തില്ല. ചില സന്ദർഭങ്ങളിൽ മക്കൾ മുൻകോപികളായേക്കാം. ചില 4 പാദമല്ലേ ഒരു നക്ഷത്രത്തിന്, അതിൽ ഏത് പാദവ്യത്യാസം മൂലം ചിലപ്പോൾ ഈ ചിത്ര നക്ഷത്രക്കാരുടെ ഞാൻ പൊതുവായ സ്വഭാവമാണ് പറയുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പം ഇതിലെ 4 പാദത്തിൽ ഏതെങ്കിലും ഒരു പാദത്തിൽ പാദവ്യത്യാസം കൊണ്ട് മക്കൾ ചിലപ്പം അലോഹ്യം ഉണ്ടാക്കുന്ന മക്കളായിരിക്കാം, മുൻകോപികളായിരിക്കാം. ചിലപ്പം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാനുള്ള താല്പര്യം കാണിക്കുന്നതും ആയിട്ടും കണ്ടുവരാറുണ്ട്. അങ്ങനെ അത് പാദവ്യത്യാസത്തിലാണ് അങ്ങനെ നമുക്കത് സംഭവിക്കുന്നത്. എല്ലാ ചിത്ര നക്ഷത്രക്കാരുടെയും അനുഭവം അല്ല ഞാനീ പറയുന്നത്. പാദവ്യത്യാസമുള്ളവർക്ക് അവരുടെ അനുഭവ ഗുണങ്ങളും വ്യത്യസ്തമായിരിക്കും. ഞാൻ ഈ നക്ഷത്രത്തിൻ്റെ പൊതുവായ സ്വഭാവമാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ടാകും. പിന്നെ ഇവർ ജനിച്ച നാടും ജനിച്ച വീടും വിട്ട് മാറി താമസിക്കുന്നവരാണ്. ഇവർ മറ്റൊരു ദേശത്ത് പോയി താമസിക്കുകയും മറ്റൊരു ഭവനം സ്വന്തമാക്കുകയും ചെയ്യുന്ന ഒരു അനുഭവയോഗം ഇവർക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവരുടെ വീടോ ഇവരുടെ വസ്തുവോ ഇവരുടെ നാടൊന്നും ആയിരിക്കത്തില്ല, പക്ഷേ ആ ദേശം ഇവർ സ്വന്തമാകും, ആ വീടും അവർക്ക് അനുകൂലമായി ഭാവമാകും, ഇവർക്ക് സ്വന്തമാകും. അപ്പം മറ്റൊരു ദേശത്ത് പോയി ജീവിക്കാനും മറ്റൊരു സ്ഥലത്ത് ഒരു ആധിപത്യം ഉറപ്പിക്കാനും ഈ നക്ഷത്രക്കാർക്ക് കഴിയും. സഹോദരങ്ങളെ കൊണ്ട് വലിയ അനുഭവ ഗുണം ഉണ്ടാകുന്നതായിട്ട് കാണാറില്ല, എന്നാലും ചില പാദക്കാർക്ക് അനുഭവയോഗ്യമായിട്ടും കണ്ടുവരാറുണ്ട്. പിന്നെ മാതൃപിതൃ സ്വത്തിനും വലിയ അർഹതയൊന്നുമില്ല, ചിലർക്ക് മാത്രമേ അത് ലഭിച്ച് കണ്ടുവരാറുള്ളൂ. അല്ലെങ്കിൽ ഇവർ മിക്കവാറും ഒരു പ്രണയ വിവാഹമായിരിക്കും ഇവരുടേത് നടക്കാനുള്ള സാധ്യത കൂടുതലായിട്ട് ചിത്ര നക്ഷത്രക്കാർക്ക്. അപ്പം അത് മുഖാന്തരം ചിലപ്പം വീട്ടുകാരോട്ടൊരു ശൈഥല്യം ഉണ്ടാകാം, വീട്ടുകാരോട്ട് അകന്നൊരു അകൽച്ചയൊക്കെ ഉണ്ടാവാം. കാലക്രമത്തിൽ പിന്നെ അനുകൂലമായിട്ട് വരുന്നതും കണ്ടുവരാറുണ്ട്. കാലക്രമത്തിൽ അവരുമായിട്ട് യോജിച്ച് പോകുന്നതായിട്ട് കണ്ടുവരാറുമുണ്ട്.
പിന്നെ സ്ഥിരമായിട്ടൊരു കോപം ഇവർ സൂക്ഷിക്കുന്ന സ്വഭാവം, അല്ലെങ്കിൽ ഒരു വൈരാഗ്യം മനസ്സിൽ വെച്ച് പുലർത്തുന്ന സ്വഭാവം ഒന്നും ചിത്ര നക്ഷത്രക്കാർക്കില്ല. അവർ കൂളായിട്ട് ഇടപെടുക, മറ്റുള്ളവരോട് ക്ഷമിക്കാനും സഹിക്കാനും ഒക്കെ കഴിവുണ്ട്. പക്ഷേ ചില സമയം ഇവരുടെ മനസ്സിൽ ഇതൊന്ന വ്യക്തിത്വമുണ്ട്. ഇവർക്ക് രണ്ടു തരം വ്യക്തിത്വമുള്ള സ്വഭാവമാണ് ഇവർ ചിത്ര നക്ഷത്രക്കാർ. അതുകൊണ്ട് അങ്ങനെയുള്ള ആ ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് ചില സമയം ഇവർ അനുകൂലമല്ലാത്ത രീതിയിൽ പെരുമാറും. അനുകൂലമല്ലാത്ത കാരണം ഒരു പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം, അല്ലെ ഒരു മുൻകോപം, അങ്ങനത്തെ സ്വഭാവമൊക്കെ കാണിക്കും. അതും ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ മുൻകോപം ഒരു കാരണമാകാറുണ്ട്. കാരണം മുൻകോപികളായവരെ ഒരു കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളായിരിക്കുമല്ലോ, ക്ഷമിക്കാൻ ഒരു കഴിവ് ഇവർക്ക് കുറവായിരിക്കും ചിത്ര നക്ഷത്രക്കാർക്ക്. അത് മുഖാന്തരം ഇവർക്ക് ബന്ധുജനങ്ങളിൽ നിന്നും മക്കളിൽ നിന്നും ഭർത്താവിൽ നിന്നും ഒക്കെ ഒരു ഈർഷ്യ ഇവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു കോപസ്വഭാവം ഇവർക്ക് മുൻദേശിയുണ്ട്. പക്ഷെ ഒരു സ്വന്തമായിട്ടിരുന്ന് ആലോചിച്ച് പിന്നെ ഒരു ക്ഷമയിലേക്ക് തിരിച്ചു വരും. മുൻകോപികളാണെങ്കിലും പിന്നെ ആലോചിച്ച് ക്ഷമയിലേക്ക് അവർ തിരിച്ചു വരും. ആ ഒരു സ്വഭാവമുണ്ട്. അവർ നമ്മളോട് വന്ന് ഒരു കോപ സ്വഭാവം മാറ്റിയിട്ട് പിന്നെ നമ്മളോട് ക്ഷമ ചോദിച്ച്, അല്ലെങ്കിൽ ഇത് പോട്ടെ സാരമില്ല എന്നുള്ളൊരു മട്ടി നമ്മളെ മയപ്പെടുത്തുന്നതായും കണ്ടുവരാറുണ്ട്. ആഭരണങ്ങളോടും വസ്ത്രങ്ങളോടും അമിതമായ താല്പര്യമുള്ളവരാണ്. വസ്ത്ര ആഭരണാദികളോട് എപ്പോഴും താല്പര്യം കൂടുതലാണ്. എപ്പോഴും അണിഞ്ഞൊരുങ്ങിയിരിക്കാനും വസ്ത്ര ആഭരണങ്ങളൊക്കെ അണിഞ്ഞ്, നല്ല മോടിയുള്ള വസ്ത്രങ്ങൾ, നല്ല ആഭരണാദികളൊക്കെ അണിഞ്ഞ് ഇരിക്കാനും, ഇവർ മറ്റുള്ള പുറത്തു പോകാനും എല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യാനും ഒക്കെ ഇവർക്ക് വലിയ താല്പര്യമാണ്. ഒരുങ്ങിയൊക്കെ എല്ലായിടത്തും പ്രസൻറ്റ് ചെയ്യാൻ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ വലിയ താല്പര്യമുള്ള ഒരു നക്ഷത്രം തന്നെയാണ്. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ, കുടുംബ സൗഖ്യം ഏറിയും കുറഞ്ഞും ഇരിക്കും. പിന്നെ അധിക സമ്പത്തും അധിക ധനികരെന്നും പറയാൻ പറ്റത്തില്ല, അധിക ദരിദ്രരെന്നും പറയാൻ പറ്റത്തില്ല. കൂടുതലും ഒരു കുടുംബജീവിതത്തിൽ അവർക്ക് മക്കളിൽ നിന്നായിരിക്കും കൂടുതലും ഇവർക്ക് അനുഭവ ഗുണം ഉണ്ടാകുന്നത്. ഭർത്താവും കുടുംബത്തിൽ നിന്നും ഉള്ളതിലും കൂടുതൽ ഭർത്താവും ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന ആളാണ് എങ്കിൽ പോലും അതിൽ മുന്തിയ പങ്കും മക്കളിൽ നിന്നാണ് ഇവർക്ക് സുഖാനുഭവങ്ങൾ കൂടുതലായി ലഭിക്കുക. ഒരു മധ്യവയസ്സ് കഴിയുമ്പം ഒരു 50 വയസ്സൊക്കെ കഴിയുമ്പോഴാണ് ഇവരുടെ ഏറ്റവും നല്ല പീക്ക് ടൈം എന്ന് പറയാം. അതുവരെ യൗവനകാലത്തെങ്കിലും ഈ ബാല്യത്തിലും ഒക്കെ ഭയങ്കര ശൈഥില്യമായ ഒരു കുടുംബജീവിതമായിരിക്കും ഇവരുടെ. ചെറുപ്രായത്തിൽ തന്നെ അവർക്ക് മാതാപിതാക്കൾക്ക് ദോഷം ഉണ്ടാകാനൊരു സാധ്യതയുണ്ട്. എല്ലാവർക്കും അല്ല, ഞാൻ പറഞ്ഞില്ല, പാദവ്യത്യാസത്തിൽ അങ്ങനെ മാറിയും മറിഞ്ഞും ഇരിക്കും. അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എല്ലാ ചിത്രക്കാർക്കും അല്ല, പാദവ്യത്യാസം വരും. അപ്പം അങ്ങനെയുള്ളവ ഉണ്ടാകാറുണ്ട്. പിന്നെ ഈ പൈൽസിൻ്റെ അസുഖം ഉണ്ടാകുക, ഈ സ്നോഫീലയുടെ അസുഖം ഉണ്ടാകുക, കഴുത്ത് തൊണ്ട ഇങ്ങനെ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഇവർക്കുണ്ടാകും. പിന്നെ അസ്ഥി സംബന്ധമായും വാദസംബന്ധമായുള്ള അസ്വസ്ഥതകൾ ഇവർക്കുണ്ടായി കണ്ടുവരാറുണ്ട്. തോൾ സംബന്ധമായും വേദനകൾ വരുന്നതും കണ്ടുവരാറുണ്ട്. അപ്പോൾ അങ്ങനെ അസ്ഥി സംബന്ധമായ രോഗങ്ങൾ ഇവർക്ക് വരാവുന്ന രോഗമാണ്. പിന്നെ അൾസർ, അസിഡിറ്റി, ഇതൊക്കെ ഇവരെ ബാധിക്കുന്ന അസുഖങ്ങൾ തന്നെയാണ്. മറ്റൊരു കാര്യം ഇവരെ എടുത്തു പറയത്തക്കെന്ന് പറഞ്ഞാൽ എല്ലാ കുടുംബത്തിലെ ഏത് കഷ്ടപ്പാടിലും ഏത് ദുരിതത്തിലും ഇവർ മനസാന്നിധ്യം കൈവിടാതെ പെരുമാറും. എന്നാൽ ഒരു കോപ സ്വഭാവം ചിലപ്പോൾ കാണിച്ചേക്കാം, അല്ലെങ്കിൽ പൊട്ടിത്തെറി കാണിച്ചേക്കാം. പക്ഷേ റിയലൈസ് ചെയ്ത് യഥാർത്ഥ അവസ്ഥയിലേക്ക് എത്തും. എൻ്റെ കുടുംബമല്ലേ, എൻ്റെ മക്കളല്ലേ, അല്ലേ എൻ്റെ ഭർത്താവല്ലേ, പോട്ടെ സാരമില്ല എന്നൊരു ക്ഷമാഭാവം ഇവരിൽ വന്നിട്ട് അവർ വീട്ടുകാരോട് മസൃണപ്പെട്ടു പോകുന്നതായി കണ്ടുവരാറുണ്ട്. അതൊരു കുടുംബജീവിതത്തിൽ ഏറ്റവും ആവശ്യമാണല്ലോ. എത്ര പൊട്ടിത്തെറിച്ചു പോയാലും എങ്ങനെയെല്ലാം ദേഷ്യപ്പെട്ടെന്ന് പറഞ്ഞാലും നമ്മുടെ കുടുംബം നഷ്ടപ്പെടാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ആരുടെ ഭാഗത്ത് തെറ്റോ കുറ്റോ എന്ന് സ്വയം നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ക്ഷമ ചോദിച്ച് മുന്നോട്ട് നീങ്ങുന്നത് ഏറ്റവും അഭികാമ്യം തന്നെയാണ്. അത് നമ്മുടെ മഹത്വം കൂട്ടത്തേ ഉള്ളൂ. ഏത് മനുഷ്യരുടെ ആയാലും, ഏത് നക്ഷത്രക്കാരുടെ ആയാലും, ഏത് മനുഷ്യരുടെ ആയാലും അവരുടെ നന്മയെ മനുഷ്യത്വം കൂടത്തേ ഉള്ളൂ. അങ്ങനെ കോപത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കിയിട്ട് തിരിച്ചു വരുന്നവർ. അല്ലാതെ ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്നും പറഞ്ഞ് ഇരുന്നാൽ ഒരിക്കലും ആ ഒരു സ്വസ്ഥമായ അന്തരീക്ഷം നമുക്ക് ലഭിക്കത്തില്ല. അത് ഏത് ബന്ധങ്ങളിലായാലും ആ ഊഷ്മളത നഷ്ടപ്പെടും. കുടുംബ ബന്ധത്തിലായാലും, ഒരു പ്രണയബന്ധത്തിലായാലും, ഒരു സുഹൃത്ത് ബന്ധത്തിലായാലും, നമ്മളോടൊരു എളിമ, ഒരു ലാളിത്യം, ഒരു ക്ഷമാശീലമൊന്നും ഇല്ലാത്തവരോട്ട് നമുക്കൊരിക്കലും സുഹൃത്താക്കാൻ പോലും നമുക്ക് കഴിയില്ല. നമ്മൾ അവരിൽ നിന്ന് ഓടി ഒളിക്കും. എനിക്ക് അവരെ കാണുമ്പോൾ ഭയം വരുന്നു എന്നുള്ള മനസ്സിൽ ആ ഒരു വിചാരം നമുക്ക് വരുന്നു. അല്ലാതെ അവരെ കാണുമ്പോൾ നമുക്കൊരു സ്നേഹിക്കാനോ അല്ലെങ്കിൽ അവരോട് നമുക്ക് ഒരു ഹൃദയം തുറക്കാനോ ഒന്നും തോന്നുന്നില്ല. അപ്പോൾ ക്ഷമ എല്ലാത്തിൻ്റെ മേലിലുള്ള ഒരു ഗുണമാണ് ക്ഷമ. ഏറ്റവും ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ബലിയേക്കാൾ മഹത്തരം എന്ന് പറയുന്നത്, നമ്മളൊരു ബലി കൊടുക്കുന്ന അതിനേക്കാളും മഹത്തരമാണ് ക്ഷമ എന്ന് പറയുന്ന സ്വഭാവം എന്ന് പറയുന്നത്. അത് ലഭിക്കാൻ ഏറ്റവും പാടും മനുഷ്യന് ക്ഷമിക്കാനാണ് പാട്. അതുപോലെ നമ്മൾ പറയും ഏറ്റവും വൻകാട് കത്തിക്കുന്ന ഒരു അവയവം നമ്മുടെ ശരീരത്തിലുണ്ടെന്ന്. അത് ഏതാണെന്നറിയാമോ? നാവ്. നമ്മൾ ആ കോപം വരുന്ന സമയത്ത് നമ്മൾ ക്ഷമ പാലിച്ചോണം. കോപം വരുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞതെന്ന് നമുക്കറിയില്ല.
നമ്മൾ അനാവശ്യമായി സംസാരിക്കും, അനാവശ്യമായ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കും. ആ കോപ സമയത്ത് നമ്മൾ ക്ഷമയോടെ മിണ്ടാതിരിക്കുക, മനസ്സിൽ പ്രാർത്ഥനയോടുകൂടി. ആ സമയത്ത് നമ്മൾ പറയുന്നതൊക്കെ ചിലപ്പം എതിർപക്ഷത്ത് നിൽക്കുന്നവരുടെ ഹൃദയത്തെ മുറിവേൽപ്പിക്കുന്നതായിരിക്കാം. നമ്മൾ ആലോചിക്കാതെ അങ്ങ് പറയുക. ആ കോപം ഒന്ന് ഒതുങ്ങാൻ, അല്ലെങ്കിൽ ആ എതിർഭാഗത്തേക്കുന്നവരുള്ള വൈരാഗ്യം തീർക്കാൻ. പക്ഷെ ഒരിക്കലും അത് ആ സമയത്ത് നമുക്ക് ആ ക്ഷമ പാലിച്ച് നമ്മൾ രക്ഷപ്പെട്ടു. ഏതു തരം ബന്ധങ്ങൾ ഊഷ്മളമായി തന്നെ മാറും. അത് എല്ലാവർക്കും ലഭിക്കുന്ന ഗുണമല്ല. അത് ആർജിച്ചവരും മിടുക്കര് തന്നെ. അവർ ജീവിതത്തിൻ്റെ ഏത് പന്ഥാവിലും അവർ വിജയിക്കും. ഏതു തരം ബന്ധത്തിലും അവരുടെ ജീവിതം വളരെ സ്വച്ഛവും സുഖവുമായി തന്നെ മുന്നോട്ട് പോകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചിത്ര നക്ഷത്രത്തിലേക്ക് തന്നെ തിരികെ വരാം. പിന്നെ ഇവരുടെ മറ്റൊരു എടുത്തു പറയത്തക്ക ഗുണമെന്ന് പറഞ്ഞാൽ അധ്വാനിച്ച് കുടുംബം പോറ്റാൻ നല്ല കഴിവുള്ളവരാണ്. ഭർത്താവ് അധ്വാനിക്കുകയാണ്, അതോടൊപ്പം തന്നെ അധ്വാനിക്കും. കാര്യം എപ്പോഴും ഞാൻ പറഞ്ഞില്ല, ആഡംബരം വസ്ത്രഭ്രമം ഒക്കെ ഉള്ള ആളാണ്. അപ്പം കഠിനാധ്വാനം ചെയ്യാൻ ഒരു മടിയില്ല. കാരണം ഇവരുടെ വരുമാനം കൂടെ വീട്ടിന് ഉതകുന്ന പോലെ ഇവർ മുന്നോട്ട് നീങ്ങാൻ ഇവർക്ക് ഇഷ്ടപ്പെടുന്നതാണ്. പിന്നെ നല്ല കുടുംബജീവിതം നയിക്കും, നല്ല സൗന്ദര്യമുള്ള സ്ത്രീ ആളായിരിക്കും. മിക്കവാറും കൂടുതലും ഇവരുടെ ഓരോ പാദം വ്യത്യാസം വരുമല്ലോ. ഒരു ഇരുനിറമുള്ള ശരീരമായിരിക്കും, ഭംഗിയാർന്ന മിഴികളായിരിക്കും, ഇടതൂർന്ന മുടി, ചുരുണ്ട മുടി. ഇതൊക്കെ ഇവരുടെ സൗന്ദര്യ ലക്ഷണമായിട്ട് കാണാം. നല്ല അവയവ ഭംഗി, നല്ല ശരീരത്തിന് നല്ല ആകൃതി, അങ്ങനെയൊക്കെ ആയിരിക്കും. അങ്ങനെയൊക്കെ സൗന്ദര്യത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവർ തന്നെയാണ് ചിത്ര നക്ഷത്രക്കാർ. ഞാൻ പറഞ്ഞല്ലോ, കോപ സ്വഭാവം ഉണ്ടെങ്കിലും സൗമ്യശീലരായും ചില സമയങ്ങളിൽ ഇവർ കാണപ്പെടാം. വളരെ മൃദുവായിട്ട് ഇടപെടുന്നതായും നമുക്ക് മനസ്സിലാകും. സുഹൃത്തുക്കളോടും ഒക്കെ ജനങ്ങളോട് വളരെ മൃദുവായിട്ട് ഇടപെടുന്നത് തന്നെ ഇവരുടെ സ്വഭാവത്തെ നമുക്ക് നിർണ്ണയിക്കുന്നതായി കാണാം. പിന്നെ എടുത്തു പറയത്തക്ക വേറൊരു ഗുണമെന്ന് പറഞ്ഞാൽ, കുടുംബത്തിലെ എല്ലാവരെയും ഞാൻ പറഞ്ഞല്ലോ ഒന്നിപ്പിച്ച് കൊണ്ടുപോകാനും മിടുക്കരാണ്. ഏത് ബന്ധങ്ങളിൽ ഒരു ഊഷ്മളത പാലിക്കും. സഹോദര ബന്ധമാകട്ടെ, സഹോദരി ബന്ധമാകട്ടെ, ഭാര്യ, ഭർത്താവ്, മക്കൾ, ഇങ്ങനെ ഏത് തരം ബന്ധത്തിലും ആ ബന്ധത്തിന് അതിൻ്റെതായ വില കൽപ്പിക്കുന്ന നക്ഷത്രക്കാരാണ്. ആ ഊഷ്മളതയെ അവർ നിലനിർത്തിക്കൊണ്ട് തന്നെ പോകുന്ന നക്ഷത്രക്കാരാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരി ദുരിത അവസ്ഥയിലും എത്തത്തില്ല, ഒത്തിരി ധനികരാകത്തുമില്ല. പക്ഷേ ഒരു മധ്യവയസ്സിന് ശേഷം ഇവർക്ക് കുറച്ച് സ്വസ്ഥമായ ഒരു ജീവിതം കിട്ടുമെന്ന് നമുക്ക് പറയാൻ കഴിയും. ഒരു 50 വയസ്സിന് ശേഷം വളരെ ഒരു സ്വസ്ഥമായ ഒരു ഭക്ഷണശീലം കിട്ടാനും, അല്ലെങ്കിൽ ഒരു സുഖജീവിതം എന്ന് പറയാനും, ഒരു സ്വസ്ഥത, അതുവരെ ഇവരുടെ ഇങ്ങനെ ജീവിതം ഇങ്ങനെ മാറിയും മറിഞ്ഞു സുഖദുഃഖങ്ങൾ സമ്മിശ്രമായിട്ട് തട്ടി വളരെ ദുഃഖകരമായ അവസ്ഥയിലൊക്കെ ഇവർ കടന്നു പോകും. വളരെ ഹൃദയം വേദനിച്ച് ഹൃദയം നുറുങ്ങുന്ന അവസ്ഥയിലൊക്കെ ഇവർ കടന്നു പോകും. ബന്ധുജനങ്ങളും സ്നേഹിക്കുന്നവരും ഒക്കെ ഇവർ ഒറ്റപ്പെടുത്തും, വേദനിപ്പിക്കും. ക്രൂര വാക്കുകൾ കൊണ്ടൊക്കെ ഒറ്റപ്പെടുത്തി വരാൻ ചാൻസ് ഉണ്ട്, സാധ്യതയുണ്ട്. പക്ഷെ അതിനെയൊക്കെ ഇവർ അതിജീവിക്കും. ഏത് അവസ്ഥയിൽ ഇവർ അതിജീവിച്ച് മുന്നേറി വന്ന് ഇവരുടെ ഈ സുഖാവസ്ഥയിൽ ഇവരെത്താൻ മിടുക്കര് തന്നെയാണ്. ഏത് അവസ്ഥയിൽ ഇവർ ഹൃദയത്തിൻ്റെ മനസ്സിൻ്റെ ആ ഒരു കടുപ്പം വിടത്തില്ല. ആ സ്ഥൈര്യം അവർ സൂക്ഷിക്കും. മനസ്സിൻ്റെ ആ ഒരു നിയന്ത്രണം ഇവർ ഏറ്റെടുക്കും. അങ്ങനെ ഏതു തരം ദുഃഖാവസ്ഥയിൽ ഇവർ അതിജീവിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇവർ പ്രാർത്ഥിക്കേണ്ട നാമം എന്ന് പറഞ്ഞാൽ ഓം ത്വഷ്ടാവ് എന്ന് പറയും. ഈ വിശ്വകർമാവിൻ്റെ മറ്റൊരു നാമമാണ് ത്വഷ്ടാവ്. ഓം ത്വഷ്ടാവേ നമ എന്ന് ചൊല്ലാം, ഓം വിശ്വകർമ്മണേ നമ എന്ന് ചൊല്ലാം. പിന്നെ ബുധമന്ത്രം ജപിക്കുന്ന ഇവർക്ക് നല്ലതാണ്. ചൊവ്വായെ ഭജിക്കുവാനായി ഓം ഭം ഭൗമായ നമ എന്നിവർക്ക് ജപിക്കാവുന്നതാണ്. ഭൗമാണ് ഭൗം. ഓം ഭൗം ഭൗമായ നമ എന്ന് ജപിക്കുന്നത് നല്ലതാണ്. ചൊവ്വായാണ് ഭജിക്കേണ്ടത്. അപ്പം നവഗ്രഹങ്ങളുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് ചൊവ്വാഗ്രഹത്തിന് വേണ്ടിയുള്ള പൂജകളും കർമ്മങ്ങളും നിങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. വിശ്വകർമാവിൻ്റെ ക്ഷേത്രങ്ങളുണ്ട്, അവിടെ പോയി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. വിശ്വകർമാവിനെ വീട്ടിൽ ഇരുന്നും നിങ്ങൾ 11 ഉരുവിധം ജപിക്കുന്നത് നല്ലതാണ്. മഹാവിഷ്ണുവിനെ ഭജിക്കുന്നത് നല്ലതാണ്. വിഷ്ണുവിനെയും ഭജിക്കുന്ന ഏറ്റവും ഉത്തമമാണ്. ശിവനെ ഭജിക്കുന്നത് നല്ലതാണ്. ശിവായ മന്ത്രം, പഞ്ചാക്ഷരി മന്ത്രം ഉരുവിടുന്ന ഇവർക്ക് നല്ലതാണ്. അങ്ങനെ ത്രിമൂർത്തികളെ 3 പേരെ ആരാധിക്കുന്ന ഇവർക്ക് ഏറ്റവും ഉത്തമമാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഇവർക്ക്. അപ്പം കോപം നിയന്ത്രിക്കാനായിട്ട് നിങ്ങൾ ചിത്ര നക്ഷത്രത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ബന്ധങ്ങളൊക്കെ ഊഷ്മളമായി തന്നെ ഇരിക്കാനത് പ്രധാനമാണല്ലോ. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. അപ്പം അതുകൊണ്ട് നല്ലൊരു നക്ഷത്രം തന്നെയാണ് ചിത്ര നക്ഷത്രം. നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും സംസാരത്തിലും നിങ്ങൾ മനുഷ്യരുടെ ഇടപെടുന്ന രീതികളിലൊക്കെ ഒരു സൗമ്യഭാവം നിങ്ങൾ മുൻനിർത്തി കൊണ്ടുപോകാൻ നിങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ കൂട്ടിത്തരികയുള്ളൂ. നല്ല അനുഭവം നിങ്ങൾക്ക് കൂടുതലായി ഭഗവാൻ അനുഗ്രഹിച്ച് തരികയുള്ളൂ. അതുകൊണ്ട് കോപ സ്വഭാവം കുറച്ച് മാറ്റി വെക്കുക. എല്ലാവരോടും സ്നേഹത്തോടും സന്തോഷത്തോടും പെരുമാറുക. കുടുംബജീവിതം ഊഷ്മളമാകട്ടെ. നല്ലൊരു സൗഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
അടുത്ത ദിവസം ചോദ്യ നക്ഷത്രമായി നമുക്ക് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.